ആനക്കേരളത്തിൽ ഒരേ സമയം വില്ലനായും നായകനായും പരിവേഷം ലഭിച്ച ഒരു ആനയുണ്ടായിരുന്നു. ചുള്ളിപ്പറമ്പിൽ വിഷ്ണു ശങ്കർ. ഇപ്പോൾ ആ ആന ചരിഞ്ഞിട്ട് 2 വർഷത്തോളമായിരിക്കുന്നു. ചുള്ളിയുടെ പാപ്പാനായിരുന്ന കാവടി ആശാനോട് ചുള്ളിക്ക് ശേഷം ഇനി ആര് എന്നുള്ള ചോദ്യത്തിന് ഒരേ ഒരു ഉത്തരമേ ഉണ്ടായിരുന്നുള്ളൂ. അതാണ് പുത്തൻകുളം അനന്തപത്മനാഭൻ. കൊല്ലം ജില്ലയിലെ പുത്തൻകുളത്ത് ഷാജിയുടെ ഉടമസ്ഥയിലുള്ള ആനയാണ് അനന്തൻ. 24 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിക്കൊമ്പന് ഇരിക്കസ്ഥാനത്തു നിന്നും ഏകദേശം 9.25 അടിയാണ് ഉയരം. വലിയ മദഗിരിയും നല്ല വിരിഞ്ഞ തലക്കുനിയും കീറലുകളില്ലാത്ത ലക്ഷണമൊത്ത ചെവികളും 18 നഖങ്ങളും അനന്തൻ്റെ മാറ്റുകൂട്ടുന്നു. പ്രായത്തിൻ്റെ പ്രത്യേകത കൊണ്ട് അധികം വണ്ണമില്ലാത്ത മുന്നോട്ട് പൊങ്ങിയ കൊമ്പുകളാണ് അനന്തന്. കേരളത്തിൽ വളർന്നു വരുന്നതിൽ നല്ല ലക്ഷണമൊത്ത കരിയഴക് തന്നെയാണ് അനന്തപത്മനാഭൻ. പുത്തൻകുളത്ത് മുൻപുണ്ടായിരുന്ന അനന്തപത്മനാഭന് ശേഷം ഇളമുറ തമ്പുരാനായി വാഴുന്ന ഗജവീരനാണ് ഇവൻ. തലയെടുപ്പിൻ്റെ കാര്യത്തിലാണ് ആശാൻ വിഷ്ണുശങ്കറുമായി സാമ്യപ്പെടുത്തിയതെങ്കിലും രൂപസാദൃശ്യത്തിൽ വിഷ്ണുശങ്കറിനെ പോലെയാണ് മുൻപ് പുത്തൻകുളത്തുണ്ടായിരുന്ന അനന്തപത്മനാഭൻ. അതായത് ഇപ്പോഴത്തെ ചെറുപ്പുളശ്ശേരി അനന്തപത്മനാഭൻ. ബീഹാറിൽ നിന്നും 2016 കാലഘട്ടത്തിൽ അനന്തൻ കേരളത്തിലേക്ക് എത്തുമ്പോൾ അന്നത്തെ പ്രായം ഏകദേശം 15 വയസ്സാണ്. അന്നു മുതൽ ഇന്ന് വരെ പുത്തൻകുളം ഷാജിച്ചേട്ടൻ്റെ ഉടമസ്ഥതയിലുള്ള ആനയെ നല്ല രീതിയിലാണ് പരിപാലിക്കുന്നത്. ഉത്സവ സീസണിലൊക്കെ വളരെ ശാന്തമായ രീതിയിലാണ് ആന പരിപാടിയൊക്കെ എടുക്കാറുള്ളത്. അതുപോലെ തന്നെ ആനയ്ക്ക് വേണ്ടുവോളം വിശ്രമം ലഭിക്കാനും പാപ്പാന്മാർ ശ്രദ്ധിക്കാറുണ്ട്. കൊല്ലം ജില്ലയിൽ ഉയരം കൂടിയ ആനകളുടെ ലിസ്റ്റ് പരിശോധിച്ചാൽ അനന്തപത്മനാഭൻ എന്തുകൊണ്ടും മുന്നിലുണ്ടാകും. കേരളത്തിൽ വളർന്നു വരുന്നതിൽ ലക്ഷണമൊത്ത ആനയായ അനന്തപത്മനാഭന് ഒരുപാട് ഫാൻസ് ക്ലബ്ബുകളുണ്ട്. നവംബർ ഡിസംബർ മാസങ്ങളിലാണ് ആനയ്ക്ക് നീരുകാലം ആരംഭിക്കുന്നത്. ഏകദേശം 3-4 മാസം നീരുകാലത്ത് നിൽക്കുന്ന ആന പാപ്പാന്മാരെയും അടുപ്പിക്കാറില്ല. മദപ്പാട് സമയത്ത് അക്രമവാസന അല്പം കൂടുതലായിരിക്കും. എങ്കിലും ആവശ്യമായ ഭക്ഷണവും മരുന്നുമൊക്കെ ദൂരെ നിന്നും കൊടുക്കാറുണ്ട്. നീരുകാലം കഴിയുമ്പോൾ പാപ്പാനെ അനുസരിക്കുന്ന ശാന്തനായ ആനയായിരിക്കും. ഇഷ്ടഭക്ഷണം ഏറെയാണെങ്കിലും പനമ്പട്ടയോടാണ് അല്പം പ്രിയം കൂടുതൽ. ആനയുടെ വ്യായാമവും ആരോഗ്യ പരിശോധനയുമെല്ലാം ഇവർ കൃത്യമായി നടത്താറുണ്ട്. പുത്തൻകുളത്തെ കാവേരി എലിഫന്റ് പാർക്കിൽ നിലവിൽ 7 ആനകളാണ് ഉള്ളത്. കൊല്ലം ജില്ലയിലെ പാരിപ്പള്ളിക്കടുത്താണ് പുത്തൻകുളം എന്ന സ്ഥലം. മദപ്പാടിനെക്കുറിച്ച് മുൻപ് ചെയ്ത വീഡിയോയിൽ അനന്തപത്മനാഭൻ്റെ നീരുകാലവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം.